വൻപിച്ച കളക്ട്രേറ്റ് മാർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇന്ന് ഭാരതീയ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ചിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ മാർച്ചിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡിനെ കൊണ്ടാണ് പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമസഭയിൽ ദേവസ്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല കേരളത്തിന്റെയും അന്തകനായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നേറുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പേര് ചെറുതായെന്ന് കേരളത്തിൽ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ ആളുകളൊക്കെ വിളിക്കുന്നത് പൊന്നുണ്ണി വിജയൻ എന്നാണ്. ബിരിയാണി ചെമ്പില് സ്വർണം കടത്തിയപ്പോ അങ്ങനെ പേരിട്ടില്ല ആളുകൾ. എന്നാൽ ദേവന്റെ സ്വർണം നഷ്ടപ്പെട്ടപ്പോ ഇദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നത് പൊന്നുണ്ണി വിജയൻ എന്നാണെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നത് രാമായണത്തിലെ ഒരു സന്ദർഭമാണ്. ഇവിടെ 51 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ആ 51 വിഖ്യാതമായ പ്രസിദ്ധമായ ഇഷ്ടംപോലെ സ്വത്തുവകകളുള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ മുഴുവൻ സ്വത്തുവകകളിലും ഒരു പരിശോധന ഉണ്ടാകണം. കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിൽ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ദേവസ്വം ബോർഡിന്റെ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ 51 ക്ഷേത്രങ്ങളിലെയും സ്വത്തുവകകൾ പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസി ഈ പ്രത്യേകമായിട്ടുള്ള സ്വർണ്ണ വിവാദമല്ല സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രത്തിലെ CBI വരണം. ആ CBI വരുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം. പ്രശ്നം വെച്ചിട്ട് കാര്യമില്ല.